ശരിക്കും നമ്മൾ ആത്മീയമായി വളർന്നു എന്നതിന് അല്ലെങ്കിൽ വളരുന്നുണ്ട് എന്നതിന്റെ ഒരു തെളിവ് എന്താണെന്ന് വെച്ചാൽ നമുക്കുണ്ടാകുന്ന വൈകാരികമായ മുറിവുകൾക്കും അപ്പുറം നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിതമായും അപ്രതീക്ഷിതമായും ഉണ്ടാകുന്ന സഹനങ്ങൾക്കും രോഗങ്ങൾക്കും തകർച്ചകൾക്കും പരാജയങ്ങൾക്കും അപ്പുറവും എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സ്നേഹബന്ധത്തിലേക്കാണ് യഥാർത്ഥത്തിൽ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തുള്ളൂ. പക്ഷെ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് കാരണം എന്തുകൊണ്ട് ഈശോ അങ്ങനെ ആഗ്രഹിക്കുന്നു? എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? നാം യേശുവിനെ നമ്മുടെ വൈകാരികമായ സങ്കടങ്ങൾക്കും സംഘർഷങ്ങൾക്കും നൊമ്പരങ്ങൾക്കും കഷ്ടപ്പാടിനും തകർച്ചകൾക്കും ശാരീരികമായ വേദനകൾക്കും മുറിവുകൾക്കും മീതെ നാം ദൈവത്തെ സ്നേഹിക്കണമെന്ന്, യേശുവിനെ സ്നേഹിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഈ കഷ്ടപ്പാടും വേദനയും സഹനമൊക്കെ എടുത്ത് നിങ്ങളുടെ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുവാണല്ലോ അല്ലെ? രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയെടുത്തും കഷ്ടപ്പെട്ടും ചോര നീരാക്കിയൊക്കെ അധ്വാനിച്ച് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുക. ഒത്തിരി സഹനങ്ങളുണ്ട്, അതിനിടയിൽ ഒത്തിരി ദാരിദ്ര്യം കടന്നിട്ടുണ്ട്, ഒത്തിരി വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം നടുവിൽ ചിലപ്പോൾ മക്കളെ അറിയിക്കാതെ പോലും നിങ്ങൾ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കും. രോഗികളും പ്രായാധിക്യത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മക്കളിൽ നിന്ന് എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്? സാധാരണ നമ്മൾ എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്? നമ്മുടെ മക്കളും നമ്മെ ഒന്ന് സ്നേഹിക്കണം, മനസ്സിലാക്കണം. നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ ശാരീരികമായ അവസ്ഥയും രോഗവും വിഷമൊക്കെ നമ്മുടെ മക്കളും മനസ്സിലാക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട് എന്ന് പറയും. അത് യേശു പറയാനുള്ള കാരണം എന്താണ്? ഇപ്പൊ നിങ്ങളുടെ മക്കളെ നിങ്ങളെ സ്നേഹിക്കണമെന്ന് പറയാനുള്ള കാരണം നിങ്ങളുടെ വേദനയുടെ നടുവിലും സങ്കടങ്ങളുടെ നടുവിലും നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളുടെ നടുവിലും നിങ്ങളുടെ മക്കളെ സ്നേഹിച്ചു, ഇല്ലേ? സ്നേഹിച്ചു എന്ന് പറഞ്ഞതുപോലെ ഈശോ നമ്മെ തന്റെ വേദനയുടെ പാരമ്പര്യത്തിന്റെ നടുവിലും കാൽവരി കുരിശിൽ 3 ആളുകളിൽ തൂങ്ങിക്കിടന്ന് തന്റെ ചങ്കിൽ നിന്നും അവസാനത്തുള്ള രക്തം വീഴുമ്പോഴും തിരസ്കരിക്കപ്പെട്ടപ്പോഴും ഒറ്റപ്പെട്ടു പോയപ്പോഴും കൂടുതൽ തള്ളിക്കളഞ്ഞപ്പോഴും തിരസ്കരിച്ചപ്പോഴും തന്റെ കാൽവരി യാഗത്തിലൂടെ അവൻ നമ്മെ സ്നേഹിച്ചു. അവൻ നമ്മെ സ്നേഹിച്ചു. അവൻ നമ്മെ സ്നേഹിച്ചത് അവന് വൈകാരിക മുറിവുണ്ടായി ഞാൻ സ്നേഹിക്കുന്നില്ല. ഹിമാലയം മുറിപ്പെടുത്തിയത് കഴിഞ്ഞ ആഴ്ച മോശമൊക്കെ പാടിയതാണ്. ഇപ്പൊ പറയുന്നത് പൂജിക്കുക അങ്ങനെ ഞാൻ ഇമാരെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞില്ല. തന്റെ മുഖത്ത് കാപ്പിച്ച് തുപ്പിയവര് കർത്താവ് കാൽവരി യാഗത്തിലേക്ക് തന്നെ കൊടുത്തപ്പോൾ തന്റെ മുന്നിലുണ്ട്. തന്റെ മുഖം ശരീരവും ഇങ്ങനെ ശിരസ് മുതൽ പാദം വരെ ഉഴവ് താൻ പോലെ ഉഴുതു മടിച്ചവർ പെട്ടിട്ടുണ്ട്. തന്നെ എത്ര കണ്ട് തകർക്കാവോ, തന്നെ എത്ര കണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചോ, അവരൊക്കെ കർത്താവിന്റെ മുമ്പിലുണ്ട്. കർത്താവ് നമുക്കായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയുടെ നിലയിൽ ഹോമമായി തീരുമ്പോൾ, ബലിയായി തീരുമ്പോൾ കർത്താവിനെ വൈകാരികമായി മുറിപ്പെടുത്തിയവരെ വേദനിപ്പിച്ചവര് തകർത്തവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരൊക്കെ കർത്താവിന്റെ മുമ്പിലുണ്ട്. എന്നിട്ടും അവൻ അവരെ അതിനേക്കാൾ അപ്പുറം സ്നേഹിച്ചു. വൈകാരികതയ്ക്കും ഈ ദേശം അവരെ സ്നേഹിച്ചു, ഇന്ന് സ്നേഹിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ പലപ്പോഴും നമുക്ക് കർത്താവിനോടുള്ള ബന്ധം വൈകാരിക ബന്ധമാണ്. നമുക്ക് പലപ്പോഴും ദൈവത്തോടുള്ള ബന്ധം വൈകാരിക ബന്ധമായിട്ടും ചില സമയത്ത് നമുക്ക് പരീക്ഷ പാസ്സായി നമ്മൾ ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കും. ചില രോഗം വന്ന ദൈവത്തോടുള്ള ബന്ധം തീരും, ചില കർശന വന്ന പ്രശ്നങ്ങൾ കർത്താവിനോടുള്ള ബന്ധം തീരും. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ചിലപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വൈകാരികതയിൽ നമുക്ക് ദൈവത്തോടുള്ള ബന്ധം നിലനിൽക്കുമ്പോഴും ദൈവം വൈകാരികതകൾക്ക് അപ്പുറം നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സ്നേഹം. ഈ സ്നേഹത്തിലുള്ള വളർച്ചയാണ് യഥാർത്ഥ ആത്മീയതയുള്ള വളർച്ച. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ആത്മീയതയുള്ള വളർച്ച വരദാനങ്ങളിലുള്ള വളർച്ചയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമുക്കിപ്പോ ഭാഷാപരമുണ്ട്, രോഗശാന്തി വരമുണ്ട്, ആത്മാക്കളെ വിവേചിച്ചറിയാൻ വരമുണ്ട്, ജ്ഞാനപരമുണ്ട്. ഇത് കാണുന്നതായിരിക്കും ഇതൊക്കെയാണ് ആത്മീയതയുള്ള വളർച്ച. ഒരിക്കലുമല്ല. യഥാർത്ഥ ആത്മീയതയുള്ള ദൈവസ്നേഹത്തിലുള്ള വളർച്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ, യഥാർത്ഥത്തിൽ എത്രമാത്രം ദൈവസ്നേഹ അനുഭവത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളുണ്ടാകണം. ഹല്ലേലൂയ. ഫലങ്ങളല്ല, ഫലങ്ങൾ നമ്മളിലുണ്ടാണ്. കാരണം ഫലങ്ങൾ നമുക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് സഭയെ പടുത്തുയർത്താൻ വേണ്ടിയാണ്. ഫലങ്ങൾ നമുക്ക് വേണ്ടി മാത്രമല്ല, അത് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ഫലങ്ങൾ നമ്മളുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളിലുണ്ടാകൂ. വേദനകൾക്കും സഹനങ്ങൾക്കും സങ്കടങ്ങൾക്കും അപ്പുറം ദൈവത്തെ സ്നേഹിച്ച ഒരു അപ്പസ്തോലനാണ്, അല്ലെങ്കിൽ അപ്പസ്തോലഗണത്തിലേക്ക് ചേർക്കപ്പെട്ട വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാരുടെ ലേഖനം നമുക്കറിയാവുന്ന ഒരു വചനമാണ്. 8-ാം അധ്യായം 35-ാമത്തെ വചനം എടുക്കാവോ? റോമ 8:35. അച്ഛനെടുക്കാമെന്ന് ചോദിക്കുന്നില്ലേ? ഞങ്ങൾ എടുത്തില്ല. റോമ 8:35. നാളെ വരുമ്പോൾ ബൈബിളൊക്കെ ആയിട്ടൊക്കെ വരണം കേട്ടോ. ഇപ്പൊ നാളെ കരച്ചിലൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വചനം എടുക്കണം. കാരണം അത്ര സ്പീഡിൽ അച്ഛൻ വചനം പറഞ്ഞു പോകും. അതുകൊണ്ട് പേപ്പറും ഒരു പേരൊക്കെ ആയിട്ടൊക്കെ പോരെ. ഏതായാലും നമ്മൾ 4 ദിവസം വചനം കേട്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് വചനത്തോട് വാഗ്ദാനം ചെയ്ത അത്ഭുതകരമായ ദൈവപ്രവൃത്തി നമ്മൾ വെളിപ്പെടും. ഹല്ലേലൂയ. അത് ഒരു സംശയമില്ല. കാരണം വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേലെ 10-ാം മുതൽ വചനങ്ങൾ വായിക്കാണ്. വിജാതിയുടെ ഇടയിൽ പത്രോസ് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേലെ ആത്മാവ് ചലിച്ചു. അവരൊന്നും ചെയ്തില്ല, ചുമ്മാ വന്നിരുന്നു, വചനം കേട്ടു. വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേലെ ആത്മാവ് ചലിച്ചു. ഈ ആത്മാവ് ചലിക്കാതെ, പരിശുദ്ധാത്മാവ് ചലിക്കാതെ അവിടെ ഒരു അത്ഭുതം സംഭവിക്കില്ല. ഒരു വിധത്തിലുള്ള ജീവിതത്തിൽ മാനസാന്തരങ്ങൾ സംഭവിക്കില്ല. വിടുതലുകൾ പരിശുദ്ധാത്മാവ് ചലിക്കണം. ആത്മാവ് ചലിക്കണം. ആത്മാവ് ചലിച്ചാൽ ബുദ്ധിക്ക് അപ്രാപ്യമായി, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും.